അയ്യമ്പള്ളിയിൽ നിന്ന് ഇത് കണ്ടില്ലേ, നമ്മുടെ അയ്യമ്പള്ളി ഹോസ്പിറ്റലിൽ ഇപ്പോൾ ലൈറ്റ് കുടുംബാരോഗ്യത്തിൻ്റെ ലൈറ്റാണ് ഈ കാണുന്നത്. ആ ലൈറ്റിൻ്റെ പകുതി ഇപ്പോൾ ഇല്ല. ഇതിപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അയ്യമ്പള്ളിയില്ല. ഇത് അടച്ചിട്ട് രാത്രി 24 മണിക്കൂർ ഹോസ്പിറ്റൽ സംവിധാനമായ ഹോസ്പിറ്റലാണ്. അത് വലിയ ഗേറ്റൊക്കെ വെച്ചിട്ട് നല്ല ഡെക്കറേഷൻ കഴിഞ്ഞ ഫ്രണ്ടിൽ ഇതൊക്കെ നമ്മുടെ നികുതിപ്പണി എടുത്താൽ ചെയ്യണത്. ഈ ഫ്ലെക്സ് ബോർഡ് എന്നിട്ട് ബാറ് അല്ലെങ്കിൽ റിസോർട്ടൊക്കെ കൂട്ടിയിട്ട് പണിതിക്കണവർ കുടുംബാരോഗ്യം നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് റെഡൊക്കെ ലൈറ്റ് അല്ലേ. നമ്മൾ നികുതിപ്പണി ഈ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ അറിയുമോ? പ്രസവം ഉണ്ടായ ഹോസ്പിറ്റൽ 24 hours അകത്ത് മോർച്ചറി സംവിധാനങ്ങൾ, ഡോക്ടർമാർക്ക് താമസിക്കാറ് ഉള്ള ഡെലിവറി സംവിധാനങ്ങൾ 2 കോടി രൂപ എടുത്തിട്ട് 2 കോടി രൂപ എടുത്ത് പണിത് ഒരു കിടത്തികളുടെ സംഭവങ്ങളൊക്കെ പണിതിട്ടുണ്ട്. പക്ഷേ തുറക്കുന്നില്ല. OP മാത്രമേ ഉള്ളൂ. ഇടാം അടുത്തുള്ള പ്രൈവറ്റ് ലോബിയെ സഹായിക്കാൻ വേണ്ടി ആയിക്കോളൂ ഹോസ്പിറ്റലുകൾ. ജനങ്ങൾക്ക് ഉണ്ട് അത്യാവശ്യ സംഭവങ്ങളുണ്ട്. ഈ ലൈറ്റ് കിട്ടുന്ന സമയം പകുതി ഇപ്പോൾ കെട്ടുപോയി, പകുതി കംപ്ലൈൻ്റ് ആയി. തിരിച്ച് സ്കൂളുണ്ടായതാണ്. അപ്പോൾ ഇങ്ങനെ അവിടെ കിടക്കും. നമ്മുടെ നികുതിപ്പണം എടുത്തിട്ടേ കൊള്ളയടിക്കൽ മഹാകൊള്ള. ഇതിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രതികരിക്കണം. അതിനെതിരെ ശക്തമായിട്ട് നിങ്ങളുടെ പൈസയാണ് നമ്മുടെ പൈസയാണ് കാണിക്കണോണ്ടാ. എന്തിനു വേണ്ടി ഇങ്ങനെ രാത്രി ഇവർ ലൈറ്റ് ബോർഡ് വെച്ചിരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഈ ലൈറ്റ് എന്തിനാണ് ഈ രാത്രി ഈ അയ്യമ്പള്ളി ഹോസ്പിറ്റലിലെ ലൈറ്റ് വെച്ചിട്ട് ആരെ സഹായിക്കാൻ വേണ്ടിയാണത്? തുറക്കുന്നില്ല. ഒരു OP മാത്രം സംവിധാനമുള്ളൂ ഇവിടെ. അന്നേരം ചിലവിനൊരു കുറവുമില്ല. ജനങ്ങൾ ശക്തമായിട്ട് ഇതിനെതിരെ പ്രതികരിക്കണം. ഈ കൊള്ളക്കെതിരെ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ ഈ രാത്രി 24 മണിക്കൂർ കൊണ്ട് കിട്ടുന്ന ഹോസ്പിറ്റലിൽ ഇപ്പോൾ അടച്ചിട്ടാണ് രാത്രി. ഒരു OP മാത്രമായി ഇവിടെ. എല്ലാം ശരിയാകുന്ന രീതിയിലുള്ള ആരോഗ്യങ്ങൾ നമ്പർ 1 ആണ് നമുക്കിവിടെ. അടുത്തുള്ള ഇതെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുവരും. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ 2 രൂപ ചികിത്സയ്ക്ക് പകരം 2 ലക്ഷം രൂപ കൊണ്ടുവരും. പ്രൈവറ്റ് ലോബിയെ വളർത്താൻ വേണ്ടി മാത്രമാണ് ഈ ചെയ്യണത്.